ഹായ് ഓൾ വെൽക്കം. നമുക്കിത് KTT കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ പെഡഗോജി ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ദ ഫോളോവിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, അതിൻ്റെ ടീച്ചിങ് മെത്തേഡും മെയിൻ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ്. അതിൻ്റെ ആ ഒരു കറക്റ്റ് കോമ്പിനേഷൻ എന്താണ്? നമുക്ക് ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടീച്ചർ സെൻറ്റേഡ് ആണ് അല്ലേ? ടീച്ചർ സെൻറ്റേഡ് നമുക്കൊരു ആൻഷ്യൻ ടൈമിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു ടീച്ചർ സെൻറ്റേഡ്, സ്റ്റുഡൻറ് സെൻട്രിക് അല്ല, അല്ലെങ്കിൽ ചൈൽഡ് സെൻട്രിക് അല്ല. അവിടെ ഏറ്റവും പ്രാധാന്യം ആർക്കാണ്? ടീച്ചർക്ക് തന്നെയാണ് അല്ലേ? പഠിപ്പിക്കുക, കുട്ടികളത് കേൾക്കുക, പഠിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിലാണ് വരുന്നത്? അത് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത് അല്ലേ? ലേണിംഗ് ബൈ ഡൂയിങ്. അവിടെയും നമുക്ക് എന്താണ്? കുട്ടികൾക്ക് പ്രാധാന്യം അല്ലേ? കുട്ടികളുടെ ആ ഒരു ഫൈൻഡിങ്സിനും കാര്യങ്ങൾക്കൊക്കെ അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നത്, അതായത് പ്രൊജക്ട് മെത്തേഡ് കൊണ്ടുവന്നത് കിൽപാട്രിക്കും, അതിനെ ഫേമസ് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്തത് ജോൺ ഡൂയും ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്റ്റുഡൻസ് ഇൻട്രാക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.